മാർച്ച് 14 മോഡ് എന്നറിയപ്പെടുന്ന വിശുദ്ധ മറ്റിൽഡ. 963 968 മരണം. ഒരു സാക്സൺ പ്രഭുവായ തെയോഡോറിക്കിൻ്റെ മകളാണ് മറ്റിൽഡ. വിവാഹം വരെ എർഫോർഡിൽ ഒരു മഠത്തിൽ അവൾ താമസിക്കുകയായിരുന്നു. 913 സാക്സണിൽ തന്നെയുള്ള ഓത്തോ പ്രഭു അവളെ വിവാഹം കഴിച്ചു. 916 ഓത്തോ ജർമ്മനിയിലെ രാജാവായി. ബവേറിയ പിടിച്ചെടുക്കുകയും ചെയ്തു. ലോകമായകളിൽ രാജ്ഞി ദർശിച്ചത് നീർപ്പോളകളെ മാത്രമാണ്. പ്രാർത്ഥനയും ധ്യാനവുമായിരുന്നു അവളുടെ മുഖ്യ ദിനചര്യ. പകൽ മാത്രമല്ല, രാത്രിയിലും ദീർഘനേരം രാജ്ഞി പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു. രോഗികളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക, ദരിദ്രരെ സേവിക്കുക, ഉപദേശിക്കുക എന്നിവ രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരങ്ങളായ ജോലികളായിരുന്നു. കാരാഗൃഹവാസികൾക്ക് സഹായങ്ങൾ നൽകി അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളുടെ ഭാരം കുറച്ചു. അനുദപിക്കുവാൻ അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. രാജ്ഞിയുടെ സേവന പ്രേഷിതത്വത്തിൽ രാജാവും സഹകരിച്ചിരുന്നു. 23 കൊല്ലത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം രാജാവ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം രാജ്ഞി തൻ്റെ ആഭരണങ്ങളെല്ലാം ധർമ്മകാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായി ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു. അവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്: ഓത്തോ, ഹെൻറി, വിശുദ്ധ ബ്രൂണോ. കിരീടത്തിന് വേണ്ടി മൂത്തവർ തമ്മിൽ ഒരു സമരമുണ്ടായെങ്കിലും അവസാനം ഓത്തോ തന്നെ ചക്രവർത്തിയായി. ഹെൻറിയെ സഹായിച്ചുവെന്ന കാരണത്തിന് ഓത്തോ അമ്മയെ കുറേ കാലത്തേക്ക് ഞെരുക്കിയെങ്കിലും അവസാനം രമ്യപ്പെട്ട് അമ്മയുടെ ഓഹരി മുഴുവൻ നൽകി. അങ്ങനെ തനിക്ക് സിദ്ധിച്ച സ്വത്തുകൊണ്ട് രാജ്ഞി പല പള്ളികൾ പണിയിച്ചു, 5 മഠം സ്ഥാപിച്ചു. അജ്ഞരെ പഠിപ്പിക്കുക രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. മരണത്തിന് മുൻപ് ഏതാനും വൈദികരുടെയും സന്യാസികളുടെയും മുൻപാകെ പരസ്യമായി തൻ്റെ പാപങ്ങൾ രാജ്ഞി ഏറ്റുപറഞ്ഞു. ചാക്ക് ധരിച്ചും ചാരം പൂശിയുമാണ് 963 മാർച്ച് 14 മറ്റിൽഡ രാജ്ഞി മരണത്തെ സ്വാഗതം ചെയ്തത്. വചനം പ്രഭാഷകൻ 45 അധ്യായം 26 വാക്യം. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. വിചിന്തനം. വിശുദ്ധ ജീവിതത്തിൻ്റെ ആരംഭം വിശുദ്ധിയെ ആഗ്രഹിക്കുന്നതും ഉത്സാഹപൂർവ്വം പ്രാർത്ഥിക്കുന്നതും ലൗകിക സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായി വിശുദ്ധിയെ അന്വേഷിക്കുന്നതുമാണ്. തീക്ഷ്ണമായ പ്രാർത്ഥന, പരിശുദ്ധമായ ധ്യാനം, സദ്ഗ്രന്ഥ പാരായണം എന്നിവ ജീവിതാദർശങ്ങളായിരിക്കണം. സംഭാഷണങ്ങളും സന്ദർശനങ്ങളും ഉപവിയിൽ അധിഷ്ഠിതമായിരിക്കുകയും ചെയ്യണം.